ഹലോ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ വളരെ നിർണായക ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ദീവരത്തിൽ വലിയൊരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതകൾ കണ്ടുവരുവാണ്. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു ആപത്തിൽ നിന്നാണ് നന്ദ ഗാഥയെ രക്ഷിച്ച് ഇന്ദീവരത്തിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ഇതുവരെയും ഗാഥയും മഹേശ്വരനും തമ്മിലുള്ള ബന്ധം ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഗാഥ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം എന്നൊരു ലക്ഷ്യത്തോട് കൂടി മാത്രം മോഹിനിയും പവിത്രയും പിങ്കിയും കൂടി ചില ഒരു പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആദ്യം ഗാഥയെ കൊണ്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുക. എന്നിട്ട് പക്ഷേ നന്ദ ഇതിനെന്തായാലും സമ്മതിക്കത്തില്ല. അപ്പോൾ നന്ദയും ലക്ഷ്മിയും ആദ്യം അടിച്ചു പിരിയണം. അങ്ങനെ അടിച്ചു പിരിഞ്ഞതിന് ശേഷം ഗാഥയെ ലക്ഷ്മി തന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ കുറച്ചുകൂടി എനിക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ, നന്ദയുടെ മുന്നിൽ എനിക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പിങ്കിക്ക് മനസ്സിലായി. അങ്ങനെ ഗാഥയെ പൂട്ടാൻ വേണ്ടിയിട്ട് പിങ്കിയും മോഹിനിയും പവിത്രയും കൂടി ഒരുപാട് ചതിക്കുഴികൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഗാഥയെ കൊണ്ട് ഓരോ ജോലികൾ ചെയ്യിപ്പിക്കുകയും എന്നിട്ട് മനഃപൂർവ്വം ഗാഥയുടെ മേല് ഓരോ കുറ്റങ്ങൾ ചുമത്തി ലക്ഷ്മിയുടെ മുന്നിൽ നാടകം അഭിനയിക്കുകയാണ് പിങ്കി. അങ്ങനെ ആ ഒരു നാടകങ്ങൾ ഫലിച്ചതിന് പിന്നാലെ തന്നെ ലക്ഷ്മി ഓടി വന്ന് ഗാഥയെ ഒരുപാട് വഴക്കു പറയുകയും അങ്ങനെ ഗാഥയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ലക്ഷ്മി തീരുമാനിക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടെ ഗാഥയെ വന്ന് പിടിച്ച് ഒരുപാട് ദേഷ്യപ്പെട്ട് വഴക്കൊക്കെ പറഞ്ഞ് ഗാഥ അവിടെ നിന്ന് പിടിച്ച് തള്ളുന്ന സമയത്തായിരുന്നു നമ്മുടെ പിങ്കിയും ഗൗതമും കൂടി വരുന്നത്. അപ്പോൾ നമ്മുടെ നന്ദയും ഗൗതമും കൂടി വരുന്നത്. അപ്പൊ നന്ദയെ കണ്ട ഉടനെ തന്നെ ഓടിപ്പോയി ഗാഥ കെട്ടിപ്പിടിച്ചിട്ടോ ഒരുപാട് കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗാഥയെ ചേർത്ത് നിർത്തി നന്ദ നിൽക്കുന്നത് കണ്ടിട്ട് ലക്ഷ്മിക്ക് ഒട്ടും പിടിച്ചില്ല. അങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഗാഥയെ പിടിച്ച് തള്ളിയതിന് ശേഷം ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഗാഥയെ നീ ഇറക്കി വിട്ടിരിക്കണം, ഇനി ഒരു നിമിഷം പോലും ഗാഥ ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് ലക്ഷ്മി നന്ദയോട് പറയുന്നുണ്ട്. എന്നാൽ നന്ദയ്ക്ക് ഇപ്പം ഗാഥയെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ബാലാജിയുടെ കയ്യിൽ നിന്ന് ഗാഥയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഗാഥ ഇവിടെ നിൽക്കുന്നോറും തൻ്റെ ആ ഒരു രഹസ്യം പുറത്താകുമെന്ന് മഹേശ്വരന് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും നന്ദ പറയുവാണ്, എന്തായാലും അമ്മ പറയുന്നത് ഇതുവരെ ഞാൻ മറത്ത ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതെന്തായാലും സാധിക്കത്തില്ല. ഇപ്പോൾ ഗാഥയെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല, ഗാഥ കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ കാണും എന്ന് നന്ദ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ലക്ഷ്മിക്ക് ഒരുപാട് സങ്കടവും ഒരുപാട് ദേഷ്യവുമായി. എന്നിട്ട് ഗാഥയെ പിടിച്ചുകൊണ്ട് നന്ദ അകത്തോട്ട് കയറി പോരുന്നുണ്ട്. എന്തായാലും ഇതിന് ഇങ്ങനെ ഇനി വിട്ടാൽ പറ്റത്തില്ല, ലക്ഷ്മിയെ നന്ദയെ എങ്ങനെയെങ്കിലും തകർത്തേ മതിയാവൂ എന്ന് പിങ്കിയും മോഹിനിയും പവിത്രയൊക്കെ കൂടി ഒരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്ദ അറിഞ്ഞതിന് ശേഷം തനിക്കെതിരെ അനാവശ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ തനിക്കെതിരെ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ ചതിക്കുഴികളിൽ പെടുത്തുന്നത് പിങ്കിയും മോഹിനിയും പവിത്രയാണ് എന്ന് നന്ദയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ പോവത്തില്ല. ലക്ഷ്മി അമ്മായിക്ക് ഉള്ള ഒരു സ്നേഹം മോഹിനിയോടും പിങ്കിയോടും ഉള്ള ഒരു സ്നേഹമെല്ലാം തകരണം. ലക്ഷ്മി അമ്മായിയുടെ മുന്നിൽ പിങ്കിയും മോഹിനിയും കുറ്റക്കാരാക്കി നിർത്തണം. അങ്ങനെ നിർത്തിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ ഒരു അന്ത്യം കാണാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദയ്ക്കെതിരെ ഒരിക്കൽ ആ ഒരു പ്ലാൻ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് പിങ്കിയെയും മോഹിനിയെയും പ്രതിസ്ഥാനത്താക്കി ലക്ഷ്മിയെ അങ്ങോട്ട് തിരിച്ച് നന്ദ വിടുന്നുണ്ട്. അങ്ങനെ അവസാനം അവർക്ക് രക്ഷയില്ല എന്ന് മനസ്സിലായി. മോഹിനി ലക്ഷ്മിയുടെ മുന്നിൽ മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം പിന്തിരിയാനായിട്ട് ലക്ഷ്മി തയ്യാറാവുന്നില്ല. അങ്ങനെ അവസാനം നന്ദയ്ക്ക് ഒരുക്കിയ ചതിക്കുഴിയിൽ പിങ്കിയും മോഹിനിയും വീണു എന്ന് തന്നെ പറയാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നന്ദ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ദീവരത്തിൽ താൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് ഗാഥയ്ക്കും അറിയാം. അങ്ങനെ ഗാഥ തൻ്റെ മകളായിട്ടുള്ള ഗാഥ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് മഹേശ്വരൻ ഗാഥയെ ചേർത്ത് നിർത്തിയിട്ട് ഗാഥ ഒരുപാട് കരയുമ്പോൾ കെട്ടിപ്പിടിച്ച് പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. എന്തായാലും ഗാഥയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ, ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇന്ദീവരത്തിൽ നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.